Okay, so next we are going to discuss about the derivation regarding the reduction to center. നമ്മൾ പറഞ്ഞു ക്ലാസ്സിൽ അല്ലേ, അതായത് ഇപ്പോൾ ഇത് ഈ ഒരു ഫിഗറിൽ എ ബി സി എന്ന് പറയുന്നതാണ് നമ്മളുടെ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ്. സോ ഫ്രം എ ആസ് വെൽ ആസ് ഫ്രം സി നമുക്ക് എല്ലാ ഡിസ്റ്റൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ആംഗിൾ ആയിക്കോട്ടെ എല്ലാതും നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ബി എന്നുള്ള സ്റ്റേഷനിൽ നിന്ന് നമുക്ക് എയിലേക്കോ സിയിലേക്കോ ഉള്ള സൈറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ഒരു റീഡിംഗ് എന്നുള്ളത് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അത് മെഷർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വി ഹാവ് ടു ചൂസ് ഓർ വി ഹാവ് ടു അഡോപ്റ്റ് എ സ്റ്റേഷൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് സാറ്റലൈറ്റ് സ്റ്റേഷൻ. അതായത് സബ്സിഡറി സ്റ്റേഷൻ നമുക്ക് സെലക്ട് ചെയ്യണം ഫ്രം ദി മെയിൻ സ്റ്റേഷൻ ബി. സോ ഇതാണ് ഇവിടുത്തെ എന്ത് മെയിൻ സ്റ്റേഷൻ അതല്ലെങ്കിൽ ട്രൂ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചൂസ് ചെയ്യുക, സാറ്റലൈറ്റ് സ്റ്റേഷൻ ചൂസ് ചെയ്യുക. സോ നമ്മൾ ഇവിടെ ഈ ഒരു ഡെറിവേഷനിലെ കേസ് സാറ്റലൈറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു ദി ട്രൂ സ്റ്റേഷനാണ് നമ്മൾ അസ്യൂം ചെയ്യണത്. ഓക്കെ, സോ ട്രൂ സ്റ്റേഷനിൽ നിന്ന് ഒരു ഡി ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് എക്സെൻട്രിക് ഡിസ്റ്റൻസ് ഡി ഡിസ്റ്റൻസ് മാറി ഒരു സബ്സിഡറി സ്റ്റേഷൻ ചൂസ് ചെയ്യാണ്. ലെറ്റ് ഇറ്റ് ബി സാറ്റലൈറ്റ് സ്റ്റേഷൻ എസ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് ഡിറൈവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതാണ് നമ്മളുടെ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ ഇതിന് 3 സൈഡ്സ് ഉണ്ട്. സോ അതിനെ ഡിനോട്ട് ചെയ്യാം. എ എന്നുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ലെറ്റ് ഇറ്റ് ബി സ്മോൾ എ, ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ലെറ്റ് ഇറ്റ് ബി സ്മോൾ ബി, ആൻഡ് സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ലെറ്റ് ഇറ്റ് ബി സ്മോൾ സി. ഇങ്ങനെ നമുക്ക് ആദ്യം തന്നെ ഡിനോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം തന്നെ എന്തും കൂടെ മാർക്ക് ചെയ്ത് വെക്കുക, നമ്മുടെ സാറ്റലൈറ്റ് സ്റ്റേഷൻ എസും കൂടെ നമ്മളവിടെ മാർക്ക് ചെയ്ത് വെക്കുക. സോ ഇതാണ് നമ്മളുടെ സബ്സിഡറി സ്റ്റേഷൻ വിച്ച് ഇസ് കോൾഡ് ആസ് സാറ്റലൈറ്റ് സ്റ്റേഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാറ്റലൈറ്റ് സ്റ്റേഷൻ എന്ന് പറയണത്, അതല്ലെങ്കിൽ എക്സെൻട്രിക് സ്റ്റേഷൻ ഓർ ഫാൾസ് സ്റ്റേഷൻ. ആൻഡ് ദിസ് ഇസ് അവർ ട്രൂ സ്റ്റേഷൻ. ഇതാണ് നമ്മളുടെ ട്രൂ സ്റ്റേഷൻ അതല്ലെങ്കിൽ മെയിൻ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് രണ്ടും തമ്മിലുള്ളതാ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ സ്മോൾ ഡി വിച്ച് ഇസ് അവർ എക്സെൻട്രിക് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത്, അതായത് നമുക്ക് ചിലപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എ ബി സിയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ സപ്പോസ് ബി എന്നുള്ള വാല്യൂ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ എയും സിയും ഉള്ളതൊക്കെ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക. അതായത് ബിയിൽ നിന്ന് എടുക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നതാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടതെന്ന് വെക്കുക. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ ABC and apply sine rule. Apply sine rule. Sine rule എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, A by sine A is equal to B by sine B is equal to C by sine C. ഇതാണ് നമ്മളുടെ സൈൻ റൂൾ എന്ന് പറയുന്നത്. സോ അത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം ആംഗിൾ ABC, ഇവിടെ ഒരു ആംഗിൾ എടുക്കുന്നുണ്ട് അല്ലേ. Let this angle ABC be denoted as phi. Phi എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യണമെന്ന് വെക്കുക. ഓക്കെ, ബാക്കിയുള്ള ആംഗിളുകൾ ദാറ്റ് ഈസ് ആംഗിൾ BAC ആസ് വെൽ ആസ് ആംഗിൾ ACB ഇതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. കാരണം എയിലും സിയിലും നമുക്ക് തിയോഡലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആംഗിൾ. സോ അതിനെ നമ്മൾ എന്തെന്ന് ഡിനോട്ട് ചെയ്തു, phi എന്ന് ഡിനോട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ സൈൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, B divided by sin phi is equal to എങ്ങനെ എഴുതാം, A divided by sin ഏത് ആംഗിളാ, sin angle BAC is equal to C divided by sin angle ഈ ആംഗിൾ ദാറ്റ് ഈസ് BCA. ക്ലിയർ അല്ലേ? സോ ഇതിൽ എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈ ഒരു ഡിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് നോൺ ആയിരിക്കും. കാരണം എയും സിയും ആക്സസിബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ആസ് ഡിസ്റ്റൻസ് ബി ഈസ് നോൺ നമുക്ക് എന്തൊക്കെയായിരിക്കും കാണേണ്ടി വരിക, ബി ഈസ് നോൺ നമുക്ക് കാണേണ്ടി വരിക എന്തൊക്കെയായിരിക്കും, എ എന്നുള്ള ഡിസ്റ്റൻസും സി എന്നുള്ള ഡിസ്റ്റൻസും ആയിരിക്കും നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ ഇതിൽ നിന്ന് എ എങ്ങനെ കാണാം, എ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ബി ഇൻറ്റു സൈൻ ആംഗിൾ BAC ഡിവൈഡഡ് ബൈ സൈൻ ഫൈ ഇങ്ങനെ എഴുതിക്കൂടെ. ആൻഡ് സിമിലർലി സി എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു സൈൻ ആംഗിൾ BCA ഡിവൈഡഡ് ബൈ സൈൻ ഫൈ എന്ന് എഴുതിക്കൂടെ. ബി എന്നുള്ള ഡിസ്റ്റൻസ് അറിയാം,
സൈൻ ആംഗിൾ BAC എന്നുള്ളത് ഓൾറെഡി തിയോഡലൈറ്റിന്റെ കാൽക്കുലേഷൻ വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇവിടെ അത് ആംഗിൾ BCA എന്നുള്ളത് തിയോഡലൈറ്റിന്റെ കമ്പ്യൂട്ടേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ ആകെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? എയും സിയും കാണണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് ഫൈ. ഈ ഫൈ എന്നുള്ള ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എ എന്നുള്ള ഡിസ്റ്റൻസും സി എന്നുള്ള ഡിസ്റ്റൻസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിങ്ങനെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ഡിറൈവ് ചെയ്ത് അതായത് സിംപ്ലി ആ ട്രയാങ്കിളിൽ സൈൻ റൂൾ അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ the distances A and C can be known. So the distances A and C can be found out only if the value of phi is known. അത് ഫൈൻ്റെ വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? എ എന്നുള്ള സൈഡും സി എന്നുള്ള സൈഡും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടി, അതായത് ഈ ഫൈ എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്തത്? ഈ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷൻ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പം ഇനി സാറ്റലൈറ്റ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എടുക്കുന്ന റീഡിങ്സ് എല്ലാം നമുക്ക് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ആംഗിൾ BSC, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഗാമ. ദെൻ ആംഗിൾ, അപ്പം ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. എന്താ? ഈ ഒരു ആംഗിൾ എപ്പോഴും നമ്മൾ തീറ്റയായിട്ട് തന്നെ എടുക്കണം. ഈ ഒരു ആംഗിളിനെ നമ്മൾ എപ്പോഴും α1 ആയിട്ട് തന്നെ എടുക്കണം. ഈ ഒരു ആംഗിളിനെ എപ്പോഴും നമ്മൾ α2 ആയിട്ട് തന്നെ എടുക്കണം. ദാറ്റ് ഈസ്, ഞാനിവിടെ എഴുതി വെക്കാം. ആംഗിൾ ABC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ഫൈ. ദെൻ ആംഗിൾ CSA is always equal to theta, and angle SAB is always equal to α1. Then angle SCB is always equal to α2. ഇത് എപ്പോഴും ഇങ്ങനെ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ജനറൽ ആയിട്ട് നമ്മൾ എഴുതി തന്ന ആ കേസിൻ്റെ ഇക്വേഷൻസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കേസ് നമ്മൾ പറഞ്ഞു, ലെഫ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം ഫൈ ഈസ് ഈക്വൽ ടു θ1 മൈനസ് α1 പ്ലസ് α2. റൈറ്റിലേക്കാണ് സാറ്റലൈറ്റ് സ്റ്റേഷൻ എങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു θ പ്ലസ് α2 മൈനസ് α1. അങ്ങനെ ഓരോരോ കേസ് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തിൻ്റെയൊക്കെ വാല്യൂ വേണം? α1ൻ്റെ വാല്യൂം α2ൻ്റെ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ α1ഉം α2ഉം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ട്രയാങ്കിളുകളൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫോർ ദാറ്റ് ഈ ജോയിനിങ് പോയിന്റിനെ O എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, നൗ കൺസിഡർ ട്രയാങ്കിൾ SAB. ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിലാണ് എന്ത് വരുന്നത്? α1 എന്നുള്ള ആംഗിൾ വരുന്നത്. ക്ലിയർ അല്ലേ? SAB എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക ആൻഡ് അപ്ലൈ സൈൻ റൂൾ. നൗ കൺസിഡർ ട്രയാങ്കിൾ SAB ആൻഡ് അപ്ലൈ സൈൻ റൂൾ. എങ്ങനെ സൈൻ റൂൾ അപ്ലൈ ചെയ്യും? ഇതേപോലെ തന്നെ അല്ലേ? ദാറ്റ് ഈസ് സൈഡ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഷുഡ് ബി ഈക്വൽ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ആംഗിളുകൾ അറിയാം? തീറ്റ പ്ലസ് ഗാമ എന്നുള്ള ഒരു ആംഗിൾ ഉണ്ട്. ഇവിടെയാണെങ്കിൽ α1 എന്നുള്ള ആംഗിൾ ഉണ്ട്. C എന്നുള്ള ഒരു സൈഡ് ഉണ്ട്. D എന്നുള്ള ഒരു സൈഡും നമ്മുടെ കയ്യിൽ നോൺ ആണ്. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? AB ഡിവൈഡഡ് ബൈ സൈൻ ആംഗിൾ BSA is equal to BS ഡിവൈഡഡ് ബൈ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിളിൻ്റെ സൈൻ, ദാറ്റ് ഈസ് സൈൻ ആംഗിൾ SAB. ഇങ്ങനെ എഴുതിക്കൂടെ? ദാറ്റ് ഈസ് AB എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? C ആണെന്ന് അറിയാം അല്ലേ? AB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ സൈൻ ആംഗിൾ BSA എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം? തീറ്റ പ്ലസ് ഗാമ എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു BS എന്ന് പറഞ്ഞാൽ എന്താ? D ആണ്. D ഡിവൈഡഡ് ബൈ സൈൻ ആംഗിൾ SAB എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ α1. ക്ലിയർ അല്ലേ? സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സൈൻ α1 ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? സൈൻ α1 ഇസ് ഈക്വൽ ടു D സൈൻ തീറ്റ പ്ലസ് ഗാമ ഡിവൈഡഡ് ബൈ C എന്ന് എഴുതിക്കൂടെ? ഈ ഒരു റിലേഷൻ എഴുതിക്കൂടെ? ഇതിൽ നിന്ന് നമുക്ക് പറയാം, അതായത് സിൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ B ആൻഡ് S, ദാറ്റ് ഈസ് ആസ് D ഈസ് വെരി സ്മോൾ compared to A and C,
നമ്മുടെ ആംഗിൾ ദ ആംഗിൾ ആൽഫ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭയങ്കര സ്മോൾ ആയിരിക്കും അല്ലേ? ആൽഫ 1 ഇസ് വെരി സ്മോൾ. അങ്ങനെയാണെങ്കിൽ ഫോർ വെരി സ്മോൾ ആംഗിൾസ് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? സൈൻ ആൽഫ 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ 1 എന്ന് എഴുതിക്കൂടെ? ഫോർ വെരി സ്മോൾ ആംഗിൾസ്. For very small angles, we have sin alpha 1 as approximately equal to alpha 1. So, അത് ഈ റിലേഷനിൽ കൊടുത്തൂടെ? That is alpha 1 is equal to d sin theta plus gamma divided by c. Clear അല്ലേ? ഇത് യൂഷ്വലി റേഡിയൻസിലാണ് ഈ ഒരു റിലേഷൻ തരിക. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു കൺവേർഷനൊന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് അപ്ലൈ ചെയ്താൽ മതി? മോഡ്, കാൽക്കുലേറ്ററിന്റെ മോഡ് ഡിഗ്രീസിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ് എന്നുള്ള ബട്ടൺ അമർത്തിയ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രീസിൽ ആൻസർ കിട്ടും. ഇനി അതല്ല, ഡെറിവേഷൻ പർപ്പസിന് വേണ്ടി മാത്രം പറയാം, ഇത് റേഡിയൻസിലായിരിക്കും നമുക്ക് കിട്ടുക. സോ ഇതിനെ നമുക്ക് സെക്കൻഡ്സിലായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ഡി സൈൻ തീറ്റ പ്ലസ് ഗാമ divided by c into 206,265 seconds. അത്രയായിരിക്കും എന്ത്? ആംഗിൾ ആൽഫ 1 എന്ന് പറയണത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സാധനത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ആൽഫ 1 ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എന്താന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? സോ ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ആൽഫ 1 എന്താന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആൽഫ 2 എന്താന്ന് കണ്ടുപിടിക്കണം അല്ലേ? സോ ഫോർ ദാറ്റ് കൺസിഡർ ട്രയാങ്കിൾ ഏതാ? SCB. കൺസിഡർ ട്രയാങ്കിൾ SCB ആൻഡ് അപ്ലൈ സൈൻ റൂൾ. അവിടെ എന്ത് അപ്ലൈ ചെയ്യുക? സൈൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? അവിടെ സൈൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം, ഈ സൈഡ് എ ആന്നും അറിയാം, ഈ സൈഡ് ഡി ആന്നും അറിയാം. എയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഗാമയാന്ന് അറിയാം, ഡിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഏതാ? ആൽഫ 2 ആന്ന് അറിയാം. സോ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടാ. ഞാൻ സൈഡൊന്നും എടുത്ത് എഴുതണില്ല. നമുക്ക് എന്ത് എഴുതാം? എ ഡിവൈഡഡ് ബൈ സൈൻ ഗാമ ഇസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ 2. ഡി ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ 2 ഇങ്ങനെ എഴുതിക്കൂടെ? സോ ഇതിൽ നിന്ന് എനിക്ക് എന്ത് എഴുതാം? സൈൻ ആൽഫ 2 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ഡി സൈൻ ഗാമ ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതിക്കൂടെ? ഡി സൈൻ ഗാമ ഡിവൈഡഡ് ബൈ എ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തിലാണ് കിട്ടുന്നത്? റേഡിയൻസിലാണ് കിട്ടുന്നത്. സോ ഇതിന്റെ അടിയിലും ഈ പറഞ്ഞ പോലെ നമുക്ക് എഴുതാൻ പറ്റും എന്ത്? സിൻസ് ഡി ഈസ് വെരി സ്മോൾ, ആംഗിൾ ആൽഫ 2 is also very small. For very small angles നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Sin alpha 2 is approximately equal to alpha 2, which is equal to എന്താ? D sin gamma divided by A. ക്ലിയർ അല്ലേ? അതെന്തിലായിരിക്കും? റേഡിയൻസിലായിരിക്കും. സോ സെക്കൻഡ്സിലേക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇൻറ്റു 206,265 സെക്കൻഡ്സ്. ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. ഓക്കെ. സോ ആൽഫ 1 കിട്ടി, എന്തു കിട്ടി? ആൽഫ 2 നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്താ? നമ്മളുടെ ആ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം അല്ലേ? നമ്മുടെ എക്സ്പ്രഷൻ എന്താ? ഫൈ ഈസ് ഈക്വൽ ടു തീറ്റ പ്ലസ് ആൽഫ 1 മൈനസ് ആൽഫ 2. ആ എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഫോർ ദാറ്റ് കൺസിഡർ ട്രയാങ്കിൾ BOC. ഇതാ ഈ കുഞ്ഞു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ BOC കൺസിഡർ ചെയ്യുക. കൺസിഡർ ട്രയാങ്കിൾ BOC. BOCയിൽ നമുക്കറിയാം ആംഗിൾ BOC എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മൊത്തം ആംഗിൾ 180 ഡിഗ്രി ആണെന്നറിയാം. സോ 180 ഡിഗ്രി മൈനസ് 5 പ്ലസ് ആൽഫ 2 എന്ന് എഴുതിക്കൂടെ? ഈ ഒരു ആംഗിൾ ദാറ്റ് ഈസ് 180 ഡിഗ്രി. ഈ ഒരു ട്രയാങ്കിളിന്റെ മൊത്തം ആംഗിൾ 180 ഡിഗ്രിയാണ്. സോ 180 ഡിഗ്രി മൈനസ് 5 പ്ലസ് ആൽഫ 2 ഇത് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOC ഇതാ ഈ ഒരു ആംഗിളിനെ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം ഇവിടെ ടോട്ടൽ വരുന്ന ആംഗിൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും എന്ന് അറിയാം അല്ലേ? സോ 180 ഡിഗ്രി മൈനസ് ആംഗിൾ BOC ആയിരിക്കില്ലേ ആംഗിൾ AOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ അതിനെങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 5 പ്ലസ് ആൽഫ 2 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് 180 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി പ്ലസ് 5 പ്ലസ് ആൽഫ 2 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ?
5 പ്ലസ് ആൽഫ 2. ഇങ്ങനെ ഒരു റിലേഷൻ വന്നു അല്ലേ. സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ എ. നമുക്കറിയില്ല, ഇതിനെ നമ്മൾ എന്തെന്ന് കൊടുത്തു, ഇക്വേഷൻ എ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്. ക്ലിയർ അല്ലേ. ഇനി കൺസിഡർ ട്രയാങ്കിൾ SOA. ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ ആംഗിൾ SOA, ദാറ്റ് ഈസ് ആംഗിൾ SOA. ഈ SOAനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 180 ഡിഗ്രി മൈനസ് തീറ്റ പ്ലസ് ആൽഫ 1 എന്ന് എഴുതിക്കൂടെ? ഇത് എഴുതിയ പോലെ അതേ സിമിലർ വേയിൽ ഇവിടെ എടുക്കാം. ആംഗിൾ SOA is equal to 180 ഡിഗ്രി മൈനസ് തീറ്റ പ്ലസ് ആൽഫ 1 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? AOC കണ്ടുപിടിച്ചൂടെ? ആംഗിൾ AOC എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കാണും? ഇറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ SOA അല്ലേ. സോ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 180 ഡിഗ്രി മൈനസ് തീറ്റ പ്ലസ് ആൽഫ 1 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ. സോ ഇതെന്ത് വരും? 180 ക്യാൻസൽ ചെയ്ത് പോവും. ബാലൻസ് എന്താ ഉണ്ടാവുക? തീറ്റ പ്ലസ് ആൽഫ 1. മുന്നത്തെ അതേപോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തീറ്റ പ്ലസ് ആൽഫ 1 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ ബി അല്ലേ. ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇക്വേഷൻ ബി എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ബി. രണ്ടും എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ആംഗിൾ AOC ആണ് അല്ലേ. ദെർഫോർ ഇക്വേഷൻ 3 അല്ല അല്ലേ, ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ബി എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് എങ്ങനെ എഴുതാം? 5 പ്ലസ് ആൽഫ 2 ഇസ് ഈക്വൽ ടു തീറ്റ പ്ലസ് ആൽഫ 1 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ. ദാറ്റ് ഈസ് 5 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? തീറ്റ പ്ലസ് ആൽഫ 1 മൈനസ് ആൽഫ 2. ഇതാണ് നമ്മളുടെ മെയിൻ റിലേഷൻ എന്ന് പറയുന്നത്. 5 is equal to തീറ്റ പ്ലസ് ആൽഫ 1 മൈനസ് ആൽഫ 2. ഈ ഇക്വേഷൻ എപ്പോഴാണ് വാലിഡ് ആയിരിക്കുക? ദിസ് ഇക്വേഷൻ ഇസ് വാലിഡ് എപ്പോഴാ? ഏത് കേസിലാ വാലിഡ്? ഓൺലി ഇഫ് S ഈസ് ടു ദി ലെഫ്റ്റ് ഓഫ് ട്രൂ സ്റ്റേഷൻ ബി. ട്രൂ സ്റ്റേഷൻ ബിയുടെ ലെഫ്റ്റിലാണ് നമ്മളുടെ സബ്സിഡറി സ്റ്റേഷൻ സാറ്റലൈറ്റ് സ്റ്റേഷൻ എസ് വരുന്നതെങ്കിൽ വി ഹാവ് 5 is equal to തീറ്റ പ്ലസ് ആൽഫ 1 മൈനസ് ആൽഫ 2. ഈ 5 കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എയുടെ വാല്യൂം സിയുടെ വാല്യൂം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ. സോ ഇത് ചെയ്യാനൊന്നുമില്ല. ആദ്യം എയും ബിയും എങ്ങനെ കാണും എന്നുള്ളത് ഈ ഒരു ABC എന്നുള്ള ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിക്കുക. അപ്പം എന്നിട്ട് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്തെല്ലാം ഇതുപോലെ റെപ്രസെന്റ് ചെയ്ത് വെക്കുക. ക്ലിയർ അല്ലേ. എന്നിട്ട് ഈ ട്രയാങ്കിളിൽ നിന്ന് ആൽഫ 2 കാണുക, ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് ആൽഫ 1 സൈൻ റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കുക. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഈ കുഞ്ഞു ട്രയാങ്കിൾ BOC എടുക്കുക, ഈ ആംഗിൾ കാണുക, ആംഗിൾ AOC കാണുക. സിമിലർലി ട്രയാങ്കിൾ SOA എടുക്കുക, അതിൽ ഈ ചെറിയ ആംഗിൾ കാണുക, എന്നിട്ട് എഗെയിൻ ആംഗിൾ AOC കാണുക. അപ്പം അത് രണ്ട് ഈക്വൽ ആയിരിക്കും. സോ അതിനെ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 is equal to റീഅറേഞ്ച് ചെയ്യുക, ഇക്വേറ്റ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 is equal to തീറ്റ പ്ലസ് ആൽഫ 1 മൈനസ് ആൽഫ 2 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ റിലേഷൻ.